ഇപ്പോൾ I can confidently say that Sony Picturesന് ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് നൽകാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നില്ല അവരുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഒരു മലയാള സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല. എല്ലാ ഇൻ്റർനാഷണൽ ജയൻസും മലയാളത്തിൽ വരട്ടെ, നമ്മുടെ സിനിമ അവർ ഡിസ്കവർ ചെയ്യട്ടെ, നമ്മുടെ സിനിമയെ അവർ ലോകത്തേക്ക് കൊണ്ടുപോകട്ടെ. പിന്നെ റെഡ് ജെമിനായി എന്ന് പറയുന്ന ക്യാമറ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത് ഈ സിനിമയിലാണ്. അപ്പോൾ ഞാൻ വന്ന സമയത്തുള്ള മലയാള സിനിമയല്ല ഇന്നത്തെ മലയാള സിനിമ. ഈ ഒരു ഒറ്റ പടത്തോടുകൂടി സോണി ഫിലിംസ് എൻ്റെ അമ്മോ ഞങ്ങളിനി മലയാളത്തിലേക്ക് ഇല്ലേ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയാൽ അതാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും വലിയ പരാജയം. 9 ഇതിനോടകം എനിക്ക് തോന്നുന്നു 9 ട്രെയിലർ വളരെ വെൽ വ്യൂഡ് ആണ്, ഒരുപാട് ആൾക്കാർ കണ്ട ട്രെയിലറാണ്. അപ്പോൾ ആ ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന ഒരു മൂഡും ഒരു പേസും ഒരു വിഷ്വൽ ലാംഗ്വേജും ഒക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഇതൊരു ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സിനോപ്സിസ് ഉള്ളൊരു സിനിമയല്ല. പക്ഷേ എനിക്ക് ആസ് എ പ്രേക്ഷകൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയൊരു ടേക്ക് അവേ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന സിനിമ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് അത്ര സിമ്പിൾ അല്ല ഇതിൻ്റെ ഒരു നറേറ്റീവ്. ഈവൻ നമ്മൾ ഈ അച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു സാധാരണ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ബന്ധമല്ല, ഒരു ട്രബിൾഡ് റിലേഷൻഷിപ്പാണ്. അങ്ങനെയുള്ളൊരു അച്ഛൻ്റെയും മകൻ്റെയും ജീവിതത്തിലേക്ക് 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഗ്ലോബൽ ഇവൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ആ കാലയളവിൽ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന കുറച്ച് കഥാപാത്രങ്ങളും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളുമാണ് കഥയുടെ പ്രധാന ഒരു ബേസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം സോണി പിക്ചേഴ്സ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് ഒരു ഫിലിം സ്റ്റുഡിയോ ആണ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിലിം സ്റ്റുഡിയോസ് ഇൻ ദ വേൾഡ്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ റീജിയണൽ ലാംഗ്വേജിൽ ഒരു സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അവർക്ക് ഏത് ഭാഷയിൽ എത്ര വലിയ സിനിമ വേണമെങ്കിലും നിർമ്മിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ അവരതിന് മലയാള സിനിമ തിരഞ്ഞെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം. അത് ഞാനും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമയിലൂടെ ആകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അതിനെ അഭിമാനപൂർവ്വം നോക്കിക്കാണുന്നു. അത് ഫ്രാങ്ക്ലി എൻ്റെ സിനിമ അല്ലെങ്കിൽ ഈ സിനിമ എന്നൊക്കെ ഉള്ള എല്ലാം നമ്മൾ മറന്നാലും ഇത് ചരിത്രത്തിൽ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞൊരു കാര്യമാണല്ലോ. സോണി പിക്ചേഴ്സ് എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണൽ ജയൻറ്റ് ഇന്ത്യയിൽ റീജിയണൽ സിനിമ പ്രൊഡക്ഷനിലേക്ക് ഫോറേ ചെയ്തത് മലയാളം സിനിമയിലൂടെയാണ് എന്നുള്ളത് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു വലിയ എൻഡോഴ്സ്മെൻ്റ് ആണ്. അവർ ഇന്ന് വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും നമുക്കൊരു വലിയ എൻഡോഴ്സ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. എപ്പോഴും ഒരു സിനിമയുടെ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് എത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ആകണമെന്ന് തീരുമാനിക്കുന്നത് ആ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. ഈ റെസൊല്യൂഷനൊക്കെ പറയുന്നത് ആക്ച്വലി വെറുതെ നമ്മൾ വിഡ്ഢിതരാണ്. അപ്പോൾ ആദ്യത്തെ 5K ക്യാമറ എന്ന് നമ്മൾ പറയുന്നു. ഇതിനു മുമ്പ് ഇറങ്ങിയ റെഡ് ഹീലിയം 8K ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ആരി അലക്സിയ എന്ന് പറയുന്ന ക്യാമറയ്ക്ക് 4K പോലും തികച്ച റെസൊല്യൂഷൻ ഇല്ല. അപ്പോൾ റെസൊല്യൂഷനൊക്കെ നമ്മൾ പറയുന്നത് വെറുതെയാണ്. അത് പിന്നെ റെഡ് ജെമിനായി എന്ന് പറയുന്ന ക്യാമറ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത് ഈ സിനിമയിലാണ്. അതുകൊണ്ട് ഇതൊരു നല്ല സിനിമയാകില്ല. അതൊരു റിക്വയർമെൻ്റ് ആയിരുന്നു ഈ സിനിമയ്ക്ക്. അതുകൊണ്ടാണ് നമ്മളൊരു റെഡ് ജെമിനായി ക്യാമറ ആദ്യമായി ഇമ്പോർട്ട് ചെയ്ത് ഈ സിനിമയിൽ അത് യൂസ് ചെയ്തത്. അതൊരു റിക്വയർമെൻ്റ് ആകാൻ കാര്യം ഈ സിനിമയിൽ ഒരുപാട് ലോ ലൈറ്റ് സിനിമാറ്റോഗ്രഫിയുടെ ആവശ്യമുണ്ട്. എന്താണ് ആവശ്യം എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ മാത്രം നടക്കുന്ന ഒരു സീനാണെങ്കിൽ ഫ്രെയിമിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രെയിമിന് പുറത്ത് മറ്റ് ലൈറ്റ്സ് വെച്ച് ഫ്ലിക്കറിങ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിന്ത അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ കാണേണ്ട വിഷ്വൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ മാത്രം എങ്ങനെ പ്രേക്ഷകനെ കാണിക്കാം എന്നുള്ളതാണ്. അതിന് എക്സ്ട്രീം ലാറ്റിറ്റ്യൂഡുള്ള വളരെ ലോ എക്സ്പോഷർ ലെവൽസിൽ നോയ്സോ ഗ്രെയിൻസോ ഒന്നും ഇല്ലാതെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയുടെ ആവശ്യമുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആരി LF, പാനസോണിക് നവാരിക്യാം, റെഡ് ജെമിനായി. അതിൽ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അഭിനന്ദൻ രാമാനുജൻ തിരഞ്ഞെടുത്തത് റെഡ് ജെമിനായി ആണ്. അതിൻ്റെ റെസൊല്യൂഷൻ 5K ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ക്യാമറ ആയിരുന്ന റെഡ് ഹീലിയത്തിന് 8K ഉണ്ട് റെസൊല്യൂഷൻ. അപ്പോൾ അതൊന്നും സിനിമയെ നല്ലതോ മോശമോ ആക്കുന്ന ഘടകങ്ങളല്ല. അതൊന്നും എപ്പോഴും ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സിനിമയിലൂടെ ഒന്നും അല്ല. ഒരൊറ്റ സിനിമ കൊണ്ടൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു സസ്റ്റെയിൻഡ് മൂവ്മെൻ്റ് ആയിരിക്കണം. ഇപ്പോൾ I can confidently say that സോണി പിക്ചേഴ്സിന് ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് നൽകാൻ സാധിച്ചു ആസ് ദെയർ പ്രൊഡ്യൂസേഴ്സ്. അത് ഞാൻ പറയാൻ കാര്യം
നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഒരു സീറോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡിലാണ്. ഈ സിനിമയ്ക്ക് വേണ്ടതെല്ലാം ഇതിന് നൽകപ്പെടണം. ഇത് ഏതൊക്കെ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യണം. ഇതിന് എന്ത് ഇൻഫ്രാസ്ട്രക്ചറും എക്യുപ്മെൻറ്റും വേണമെങ്കിലും അത് നമ്മൾ ഇതിനുപയോഗിച്ച് തന്നെ ഷൂട്ട് ചെയ്യണം. ഇതിൻ്റെ VFXന് എത്ര സമയമോ പൈസയോ ആയാലും അത് നമ്മൾ ചിലവാക്കി ആ സമയം കൊടുത്ത്, ഈവൻ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന November 16 എന്ന് പറഞ്ഞ റിലീസ് ഡേറ്റ് തള്ളിയത് പോലും ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറോ കോംപ്രമൈസ് ആറ്റിറ്റ്യൂഡിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. എന്നിട്ടും ഇതിന് ഒരുപാട് സെറ്റ് വർക്ക് ഉണ്ട്. ആക്ച്വലി നമ്മൾ റോത്താങ് പാസിനടുത്ത് എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ഒബ്സർവേഷൻ ടവർ സെറ്റിട്ട് അവിടെ സീനുകൾ ഷൂട്ട് ചെയ്തു. മണാലിയിലൊരു ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ ഒരു ട്രൈബൽ വില്ലേജ് സെറ്റ് ചെയ്തു. മണാലിയിലെ ഏറ്റവും വില കൂടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു 5-star ഹെറിറ്റേജ് പ്രോപ്പർട്ടി 20 ദിവസത്തോളം ഫുള്ളി ബ്ലോക്ക് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ ഒരു മേജർ ചങ്ക് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും, ഇതെല്ലാം ചെയ്തിട്ടും ഈ സിനിമ പ്ലാൻ ചെയ്ത ബഡ്ജറ്റിന് താഴെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ടെക്നിക്കൽ ടീമിനും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഓൺ ദ ഗ്രൗണ്ട് ജോലികൾ നോക്കിയ സുപ്രിയയ്ക്കും ഹാരിസ് ദേശത്തിനും ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഐ ഫോർ വൺ നോ ദാറ്റ് ഈ സിനിമയിൽ സോണി പിക്ചേഴ്സിനൊരു വളരെ പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആണ് മലയാള സിനിമയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ടാണ് സോണി പിക്ചേഴ്സ് ഒരു പാർട്ട്നേർഡ് പ്രൊഡക്ഷന് താല്പര്യം കാണിച്ചത്? ബിക്കോസ് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയില്ല, എങ്ങനെയാണ് ഇവിടെ ഒരു സിനിമ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി അറ്റ്ലീസ്റ്റ് തൽക്കാലം അവർക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ദേ ആർ ട്രസ്റ്റിങ് യു. നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇത്ര വലിയൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ പാർട്ട് ഓഫ് മൈ റെസ്പോൺസിബിലിറ്റി ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ സിനിമ തീർന്നു കഴിയുമ്പോൾ they will want to make more films in മലയാളം. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ഒറ്റ പടത്തോടുകൂടി സോണി ഫിലിംസ് എൻ്റെ അമ്മോ ഞങ്ങളിനി മലയാളത്തിലേക്ക് ഇല്ലേ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയാൽ അതാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും വലിയ പരാജയം, അല്ലേ? സോ ഐ ഹോപ്പ് ദാറ്റ് ഇതിൽ അവർ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. ബിക്കോസ് ഐ നോ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ആകും, അത് എങ്ങനെ ആകും, എത്തരത്തിലാകും, എന്താണ് നമ്മുടെ റവന്യൂ ചാനൽസ്, എല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആൻഡ് ദേ ആർ ഓൾറെഡി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഐ ഹോപ്പ് ഇനിയും ഒരുപാട് സിനിമകൾ സോണി പിക്ചേഴ്സ് മാത്രമല്ല എല്ലാ ഇൻ്റർനാഷണൽ ജയൻസും മലയാളത്തിൽ വരട്ടെ, നമ്മുടെ സിനിമ അവർ ഡിസ്കവർ ചെയ്യട്ടെ, നമ്മുടെ സിനിമയെ അവർ ലോകത്തേക്ക് കൊണ്ടുപോകട്ടെ. ഇപ്പോൾ സോണി പിക്ചേഴ്സിൻ്റെ ലോസ് ആഞ്ചലസിലെ ഹെഡ് ഓഫീസിലുള്ള അവരുടെ ഹെഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈ സിനിമ കണ്ടു, 9 എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എനിക്ക് തോന്നുന്നില്ല അവരുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഒരു മലയാള സിനിമ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് അവർ കണ്ട ആദ്യത്തെ മലയാള സിനിമയാണ്. സോ അവർ പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് ആണ്. അവർ പറയുന്നത് ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു സിനിമ പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുന്നൊരു ഇൻഡസ്ട്രിയാണല്ലേ ഇത്. സോ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ നൗ ദേ നോ. അപ്പോൾ അങ്ങനെ വരട്ടെ. എന്നെ വെച്ച് തന്നെ വേണമെന്നല്ല, എൻ്റെ സിനിമകളെന്നല്ല, ഇവിടെ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാവട്ടെ, അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് മലയാള സിനിമയിലേക്ക് വരട്ടെ, നമ്മുടെ സിനിമയെ ലോകം അറിയട്ടെ. അതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. 9 ഒരു ഹൊറർ സിനിമ എന്ന് വിളിക്കാൻ എനിക്ക് മടിയുണ്ട്. കാരണം ഇതിൽ ഹൊററിൻ്റെ എലിമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇതൊരു ഹൊറർ സിനിമയായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിലൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ എലിമെൻറ്റ്സ് ഉണ്ട്. ഒരു ഹൊറർ സിനിമയുടെ ഒരു സ്വഭാവം ഇടയ്ക്ക് സിനിമയ്ക്ക് വരും. ഒരു ത്രില്ലറാണ്, ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഈ പറഞ്ഞൊരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ് ഈ സിനിമ. അപ്പോൾ അത് എസ്ര വാസ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് ഹൊറർ ഫിലിം. എസ്രയുടെ വിജയം എനിക്ക് തോന്നുന്നത് അത് ആ ജോണറിനോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ടാണ്. ഒരു ഹൊറർ കോമഡി ഒന്നും ആക്കാതെ ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ഹൊറർ ഫിലിം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അങ്ങനെ പാക്കേജ് ചെയ്ത് വന്നതിൻ്റെ ഗുണമായിരുന്നു. ഇതൊരു ഹൊറർ ഫിലിം അല്ല, ഹൊററിൻ്റെ എലിമെൻറ്റ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മാറ്റം ഒരു സംഭവമല്ല, അതൊരു പ്രോസസ്സാണ്. ദി ഒൺലി കോൺസ്റ്റൻറ്റ് ഇസ് ചേഞ്ച് എന്ന് പറയുന്ന പോലെ സിനിമ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആവണം. ദാറ്റ്സ് ഹൗ സിനിമ ഷുഡ് ബി. അപ്പോൾ ഞാൻ വന്ന സമയത്തുള്ള മലയാള സിനിമയല്ല ഇന്നത്തെ മലയാള സിനിമ. ഇന്നത്തെ മലയാള സിനിമ ആയിരിക്കില്ല ഇനിയൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു മലയാള സിനിമ. ഞാൻ വന്ന സമയത്തെ മലയാള സിനിമയേക്കാൾ ഒരുപാട് മുകളിലാണ് ഇന്നത്തെ മലയാള സിനിമ. അപ്പോൾ ഇന്നത്തെ മലയാള സിനിമയേക്കാൾ ഒരുപാട് മുകളിലാകട്ടെ ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള മലയാള സിനിമ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചേഞ്ച് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനോടൊപ്പം നമ്മളും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം. ലൂസിഫർ ഷൂട്ടിംഗ് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് എൻഡോടുകൂടി റിലീസാവുമെന്ന് വിശ്വസിക്കുന്നു. സിനിമകളെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ 9 ഫെബ്രുവരി 7 റിലീസാവും. ഈ മാസം എൻഡോടുകൂടി ഞാൻ ആടുജീവിതത്തിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിന് ഷൂട്ടിങ്ങിന് പോകും. ജോർഡനിലാണ് അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്നത്.
ആടുജീവിതം ഈ വർഷം മുഴുനീള പല പല ഷെഡ്യൂളുകളായി ഷൂട്ടിംഗ് പുരോഗമിക്കാൻ പോകുന്നത് കൊണ്ട് അതിനിടയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന സിനിമകൾക്ക് പരിമിതികളുണ്ട്. ഞാൻ അഭിനയിക്കാൻ പോകുന്ന സിനിമ പുതിയ സിനിമ കലാഭവൻ ഷാജോൺ ഡയറക്റ്റ് ചെയ്യുന്ന ബ്രദേഴ്സ് ഡേ എന്ന് പറയുന്ന സിനിമയിലാണ്. പിന്നെ ഓഫ് കോഴ്സ് മാർച്ച് എൻഡിൽ ഞാൻ സംവിധാനം ചെയ്ത സിനിമ റിലീസാവും. ഒരു കാര്യം എനിക്ക് ഉറപ്പ് വരാവുന്നത് ഒരു സാധാരണയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സിനിമ അനുഭവമായിരിക്കും. എന്നാൽ വളരെ എൻ്റർടൈനിങ് ആണ് സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്ന, നമ്മുടെ ഇൻട്രസ്റ്റ് ഫാക്ടർ ഇങ്ങനെ നിലനിർത്തുന്ന ഒരു സിനിമ അനുഭവമാണ് നയൻ. കുട്ടികളെ കൊണ്ട് കാണിക്കണം സിനിമ, കാരണം കുറച്ചൊക്കെ എഡ്യൂക്കേറ്റീവ് ആണ്. അവർക്ക് കൗതുകമുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ കുടുംബസമേതം തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഈ കന്നി സംരംഭത്തിനോടൊപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.